നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് സണ്ണി ജോസഫ് സാറാണ്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് സിനിമാറ്റോഗ്രാഫർ ആൻഡ് ഡയറക്ടർ കൂടെ ആയിട്ടുള്ള സാറിൻ്റെ ഫോട്ടോ ഫെസ്റ്റ് ഇന്ത്യയെ പറ്റിയിട്ടുള്ള എന്താണ് എക്സ്പീരിയൻസ്? ഞാൻ മിക്കവാറും ഇതുപോലെയുള്ള എക്സിബിഷൻസ് ഒക്കെ നടക്കുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും വർക്കിലായിരിക്കും. അപ്പോൾ ലോക്കലി നമുക്ക് ഇതുപോലെ ഉള്ള ഇവൻറ്റ്സുകളിൽ ഒന്നും പങ്കെടുക്കാൻ സാധിക്കാറില്ല. പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് കാലമായിട്ട് ടീച്ചിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ കോട്ടയത്ത് താമസിക്കുന്നുണ്ട്, വർക്കും ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ ടീച്ചിങ്ങും. അപ്പോൾ ഈ എഡിഷനിൽ ഇത് ഫോട്ടോ ഫെസ്റ്റ് നടന്നപ്പോൾ എനിക്കത് പങ്കെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ടായി. സോ ഐ കെയിം ഹിയർ. ഓർഗനൈസേഴ്സ് അതിൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് മീറ്റിങ്ങിലേക്ക് എന്നെ വിളിച്ചു. ആൻഡ് ഐ ഓൾസോ സജസ്റ്റഡ് ദാറ്റ് ഞാൻ വെറുതെ പണ്ട് മീറ്റിംഗ് ഒരു സംസാരിച്ചിട്ട് പോയിട്ട് കാര്യമില്ല, എന്തെങ്കിലും അവിടെ വരുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് പോലെ ഐ ആം റെഡി ടു ഡു ദാറ്റ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ആലോചിച്ച് വന്നപ്പോഴാണ് ഇന്ന് പ്രത്യേകിച്ചും ഒരു സബ്ജക്റ്റ്, എനിക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ് ഇമേജ് ആൻഡ് ഇമോഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഒരു ക്ലാസ് ആയിരുന്നു ഞാൻ രാവിലെ ചെയ്തത്. അതിനുശേഷം ഇങ്ങനെ ഈ എക്സിബിഷൻ്റെ ഓരോ സ്റ്റാളിലും കയറി നമ്മുടെ പരിചയക്കാരെല്ലാം കണ്ട് ഇങ്ങനെ വരുന്ന വഴിയാണ് നിങ്ങൾ പിടികൂടിയത്. സോ ഇറ്റ് ഈസ് എ നൈസ് എക്സ്പീരിയൻസ്. ഇത് എപ്പോഴും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ സയൻറ്റിഫിക്കായിട്ട് ഡെവലപ്മെൻറ്റ്, ലൈറ്റിങ്ങിലായാലും പ്രിൻറ്റിങ്ങിലായാലും അല്ല എന്തും, ഫോട്ടോഗ്രാഫി ക്യാമറയിൽ വരുന്ന മാറ്റങ്ങൾ, സെൻസറിൽ വരുന്ന മാറ്റങ്ങൾ, ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള എക്സിബിഷന് നമ്മൾ പങ്കെടുത്താലേ പറ്റുള്ളൂ. അത് പുസ്തകത്തിൽ വായിക്കുമ്പോൾ നമുക്കത് കൃത്യം മനസ്സിലാവില്ല, വാരികയിൽ വായിക്കാം, പക്ഷെ മാഗസിനിൽ വായിക്കുന്നതുകൊണ്ടായില്ല. അത് ഇവിടെ വന്ന് നേരിൽ കണ്ട് ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് വരുമ്പോഴേ, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഇതുപോലെ ഇവിടെ തെളിഞ്ഞ് കിടക്കുന്നത് കാണുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ദാറ്റ് വേ ദിസ് ഈസ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ എവരിബഡി. ആൻഡ് ഐ തിങ്ക് ഹൂവർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ photography should use this opportunity. Okay sir, സാറിൻ്റെ ഒരു ജേർണി ഉണ്ടാവില്ലേ ഒരു ഫോട്ടോഗ്രാഫിയിലോട്ടുള്ള? ആ ജേർണിയുടെ ഒരു പാട്ടൊന്ന് പറയാം. ഈ ഒരു പാട്ട് പറയണമെങ്കിലും ഒരു ദിവസം എടുക്കും. സോ I will just say that it has been 40 years and all over India ഞാൻ 12 ഭാഷകളിലായിട്ട് 75ഓളം സിനിമകളും 100ഓളം ഷോർട്ട് ഫിലിംസും 100ഓളം എപ്പിസോഡ് ടെലിവിഷൻ സീരിയൽസും ഒക്കെ ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ഒരു 10-20 ഷോർട്ട് ഫിലിംസ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലെല്ലാം. സോ മൈ ജേർണി വാസ് ഫുൾഫില്ലിംഗ് ആൻഡ് ഐ ഹാവ് നോ കംപ്ലൈൻറ്റ്സ്. അപ്കമിങ് വർക്ക്സ് ആൻഡ് വീക്കെൻഡ്സ് അതിൽ പിന്നെ വേഗമായിട്ടാണ് ഇപ്പോൾ ഒരു ജ്ഞാനരാജശേഖരൻ എന്ന് പറയുന്ന തമിഴ് ഡയറക്ടറുടെ ഒരു മലയാളം ഫിലിം, അദ്ദേഹം ചെയ്യുന്ന ഫിലിം, അതിൻ്റെ ക്യാമറ വർക്ക് പറഞ്ഞിട്ടുണ്ട്. പുതിയൊരു കുട്ടിയുടെ ഒരു ക്യാമറ വർക്കിൻ്റെ വർക്കുണ്ട്. പിന്നെ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയുടെ പ്രാഥമിക ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ സർ, താങ്ക് യു സോ മച്ച് സർ. ഇതുപോലെ ഉള്ള എക്സിബിഷൻസ് എല്ലായിടത്തും സ്റ്റുഡൻസിന് ക്ലാസ് ഒക്കെ എടുക്കുമ്പം ഒരു മോട്ടിവേഷനാണ്. എന്താ പറയുക, ഇത്രയും വലിയ സിനിമാറ്റോഗ്രാഫേഴ്സ്, ഡയറക്ടറായിട്ടുള്ള സാറിനെ പോലുള്ള ഒരു പനീറിയൻസിന് അടുത്തുനിന്ന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്കും അതേപോലെ ഒരുപാട് സ്റ്റുഡൻസിനും കിട്ടിയിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്.